മാധ്യമങ്ങളിലൂടെയാണ് അത് അറിഞ്ഞത്. അദ്ദേഹം പാർട്ടിയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്, ഇപ്പം പാർട്ടി മെമ്പർഷിപ്പിലുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്താണെന്ന് കൃത്യമായിട്ട് പരിശോധിക്കാതെ എനിക്ക് അതിനെ സംബന്ധിച്ച് മറുപടി പറയാൻ പറ്റില്ല. അദ്ദേഹം പാർട്ടിയോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള ഒരു നേതാവാണ്. തീർച്ചയായിട്ടും പാർട്ടിയുടെ നിലപാടിനോടൊപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. മാധ്യമങ്ങൾക്ക് മുമ്പിലാണ് പറഞ്ഞത്. പാർട്ടി എന്നുള്ള രീതിയിൽ പാർട്ടി മെമ്പറാണ് ഇപ്പോഴും. പാർട്ടിക്കകത്ത് ആ കാര്യം പരിശോധിക്കും. പാർട്ടി വേദനിപ്പിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ വേദനിപ്പിച്ചു. ആശയവും ആദർശവും ഇപ്പോൾ ഉപേക്ഷിച്ചിട്ടില്ല എന്നാണ്. ആശയവും ആദർശവും ഉപേക്ഷിക്കാത്ത ഒരാൾക്ക് പാർട്ടി വിട്ടു പോകാൻ കഴിയില്ല. അതാണ്. വേദനിപ്പിക്കാവുന്ന രീതിയിലുള്ള ഇടപെടൽ കൊണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി സാധാരണ ഇതിൽ ചിലപ്പോൾ ചില വാക്കുകളോ പ്രവൃത്തിയൊക്കെ നമ്മളെയൊക്കെ വേദനിപ്പിക്കും. അത്തരം കാര്യങ്ങളെല്ലാം സമവായമുണ്ടാക്കി പരിഹരിച്ച് പോകാൻ വേണ്ടിയുള്ള ശ്രമം നല്ലപോലെ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. എക്കാലത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. നേതൃത്വം നല്ലപോലെ ഇടപെടലുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ സഹകരിപ്പിക്കാൻ വേണ്ടി പാർട്ടിയോടൊപ്പം എക്കാലത്ത് നിൽക്കണം എന്ന് തന്നെയാണ് പാർട്ടി ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ദീർഘകാലമായിട്ട് അദ്ദേഹത്തോട് പാർട്ടി വലിയ രീതിയിലുള്ള ഒരു പരിഗണനയും ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഒരു ഹൈപ്പോത്തിക്കേറ്റഡ് ക്വസ്റ്റ്യനാണ്. അത് നിൽക്കോ ഇല്ലേ എന്നറിയാതെ പറയുന്നത്. അല്ല, അങ്ങനെ നിൽക്കുമോ എന്നുള്ള കാര്യം അറിയാതെ നമുക്കതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കഴിയില്ല. അല്ല, അതിപ്പോൾ അത് കൃത്യമായിട്ട് ഫൈനലൈസ് ചെയ്യാതെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് പറയുന്നത് ശരിയല്ല. അതെ, അത് പലരും സമീപിച്ചിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ പറയുന്നു. അല്ലാത്ത സമീപനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഒരു സഖാവും വിട്ടുപോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളത് പാർട്ടിയുടെ നിലപാടല്ല. പാർട്ടിക്ക് മുതൽക്കൂട്ടായി നിൽക്കേണ്ട ആളുകളെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഏത് വിട്ടുവീഴ്ചയും ചെയ്തിട്ടുണ്ട്, മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും ആ വിട്ടുവീഴ്ചയും പിന്നെ അത് തീർച്ചയായിട്ടും പാർട്ടിയിൽ നിന്ന് ഒരു സഖാവിനെയും വിട്ടുകളയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അതായത് ഗുരുതരമായിട്ടുള്ള തെറ്റ് ചെയ്ത ആളുകളെ അല്ലാതെ മറ്റ് സഖാക്കളെയൊക്കെ തന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആളുകളെ പ്രൊട്ടക്ട് ചെയ്ത് പോകുക എന്നുള്ള നിലപാടാണ് ഇക്കാലത്തും സ്വീകരിച്ചത്. തീർച്ചയായിട്ടും സംസാരിക്കാം സാധിക്കും. ചിലപ്പോൾ ചില ആളുകളൊക്കെ മാറും. പ്രത്യേക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ മാറും. ഓരോരുത്തരും മാറാൻ പാടില്ല എന്ന് നമുക്ക് എവിടെ എഴുതി വെച്ചിട്ടില്ല, ഭരണഘടനയിലൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത അതല്ലേ നമ്മൾ പറയാം. ഓരോ മനുഷ്യനും അവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും. ചിലപ്പോൾ പ്രവർത്തിക്കും, ചിലപ്പോൾ മാറും. അതൊക്കെ സ്വാഭാവികമായിട്ടും ഈ പ്രോസസ്സിൽ സംഭവിച്ചു പോകുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ ഇത്തരം കാര്യങ്ങളൊന്നും വലിയ തിരിച്ചടിയാവില്ല. കാരണം എന്താ വെച്ചാൽ ഞാനെപ്പോഴും ഞങ്ങളൊക്കെ എപ്പോഴും സംസാരിക്കാറുള്ള ഒരാളാണ്. അതൊക്കെ നമുക്ക് അതിൻ്റെ കൃത്യത വന്നതിന് ശേഷം മറുപടി പറയാനേ പറ്റുള്ളൂ. അപ്പം അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതനുസരിച്ചുകൊണ്ട് നമുക്കതിനെ സംബന്ധിച്ച് മറുപടി പറയാൻ പ്രയാസമുണ്ട്.